താങ്ക് യു. ഈ ഫാനിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാൻ പുതിയ ആൾക്കാർക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കേൾക്കുന്നുണ്ടോ? ഒച്ചയാൽ പറഞ്ഞോളൂ, സൗണ്ട് കുറവ്. ഇയർബഡ്സ് വെച്ചിരുന്നത് എടുത്ത് കളഞ്ഞു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എനിക്ക് സംസാരിക്കാൻ ഒരവസരം തന്ന നമ്മുടെ മിഡ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഗ്രൂപ്പിൽ ആദ്യമായിട്ട് വന്നേക്കുന്ന സുഹൃത്തുക്കൾക്ക് പ്രത്യേക നമസ്കാരം. അവർ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരറിയുന്നത് നല്ലതാണ്. ആദ്യമേ അറിയേണ്ടത് അവരെന്തിനാണ് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പിൽ അവർ വന്നേക്കുന്നത് മദ്യാസക്ത രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു പ്രോഗ്രാം, ഒരു കാര്യപരിപാടിയായിട്ട് അതിനെ മനസ്സിലാക്കി അതിൽ കൂടി ഒരു ലക്ഷ്യം നേടുക എന്നൊരു ഉദ്ദേശമാണ്. അപ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം? മദ്യാസക്ത രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുക. പലപ്പോഴും പല ആൾക്കാരും വളരെ എളുപ്പത്തിൽ പറയാറുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, നീ അങ്ങ് നിർത്തിയാൽ പോരെ, നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നീ അങ്ങ് നിർത്തിയാൽ മതി. പക്ഷേ അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അത് നമ്മുടെ പഴമക്കാരായ സുഹൃത്തുക്കളോട് ചോദിച്ചറിയാം അത് എത്രമാത്രം വിഷമമുള്ളൊരു സംഗതിയാണെന്നുള്ളത്. കാരണം ഈ മദ്യാസക്ത രോഗത്തിന്റെ അടിസ്ഥാനം അതൊരു രോഗമാണെന്ന് അറിയുക എന്നുള്ളതാണ്. ഈ രോഗം എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. മദ്യാസക്തി ഒരു വളരുന്ന ഒരു രോഗമാണെന്ന് അറിയുന്നത് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. ശരിക്കും ഒരു സുബോധമുള്ള ഒരാൾക്ക് അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പക്ഷെ മദ്യാസക്തൻ സുബോധവാനല്ല. എന്താണ് സുബോധവാനല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോബ്രൈറ്റി എന്നൊക്കെ പറയും. സോബ്രൈറ്റി, ഈ സോബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് അയാളുടെ ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ഹി വാസ് ഇൻ ഡെലിറിയം, മാനസിക വിഭ്രാന്തിയിലായിരുന്നു, അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ ഉള്ളിലായിരുന്നു, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു തകർച്ചയിലായിരുന്നു അയാൾ. വളരെയധികം സ്ട്രെസ്, ജീവിതത്തിൽ ഒന്നിനോടും അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പൊ ഇതൊക്കെ അയാളുടെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഒരു സോബർ അല്ലാത്ത അവസ്ഥ. വെച്ചാൽ മദ്യാസക്തിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിൻ്റെ ഫലമായിട്ട് ഇയാൾക്കൊരു ടോക്സിക് ബ്രെയിൻ എന്ന് പറയും. ടോക്സിക് ബ്രെയിൻ എന്താണ് ഈ ടോക്സിക് ബ്രെയിൻ? അത് ശരിക്കും പ്രവർത്തിക്കാത്ത വിഭ്രാന്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിനാണ് ടോക്സിക് ബ്രെയിൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉള്ളിൽ ചെന്നാൽ അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ശക്തിയായ പനി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു ഡെലിറിയം, ഒരു വിഭ്രാന്തി ഉണ്ടാക്കും, മാനസിക വിഭ്രാന്തി ഉണ്ടാകും. ഇപ്പോൾ അപസ്മാരമുള്ള ഒരാൾക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ വിഭ്രാന്തി ഉണ്ടാകും. അപ്പൊ ഈ ബ്രെയിനിനെ അസാധാരണമായ രീതിയിൽ അത് ബാധിച്ചു എന്നുള്ള ഒരു മീനിങ് ആണ് ഇത് ടോക്സിക് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ അൺകോൺഷ്യസ് ആണ് എന്നൊക്കെ പറയും. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സിന് പല തലങ്ങളുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അബോധാവസ്ഥയുള്ളൊരു ഭാഗം, അല്ലെങ്കിൽ ക്ലൗഡഡ് കോൺഷ്യസ്നെസ്, ഈ ബോധം തന്നെ കലങ്ങിയ വെള്ളം പോലെ കലങ്ങി മറിഞ്ഞു പോയി. ചില കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ട്, ചില ഓർമ്മയില്ല. അപ്പം അത് ഒരു ക്ലൗഡഡ് കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. കലങ്ങി മറിഞ്ഞൊരു കോൺഷ്യസ്നെസ്. അങ്ങനെ പല ലെവലിലുള്ള ബോധത്തിൻ്റെ അവസ്ഥകളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ വന്നാൽ, ഒരു ഹെഡ് ഇഞ്ചുറി
വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മുടെ ബോധത്തെ അത് ബാധിക്കുന്നു. പക്ഷെ വിഷാംശങ്ങൾ തലച്ചോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ തലച്ചോറിന് കേടുപറ്റുന്നതിന് ആണ് ടോക്സിക് ബ്രെയിൻ എന്ന് പറയണേ. അങ്ങനെ ടോക്സിക് ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒത്തിരി ലഹരി വസ്തുക്കളുണ്ട്. നമുക്കറിയാം, മദ്യാസക്ത രോഗം, കൊക്കെയിൻ, അല്ലെങ്കിൽ നിക്കോട്ടിൻ, ടൊബാക്കോയിലുള്ള നിക്കോട്ടിൻ, ഓപ്പിയം, കന്നാബിസ്, MDMA, പിന്നെ മറ്റ് പല വേദന സംഹാരികൾ, മറ്റ് കുറേ LSD പോലെയുള്ള ലഹരി വസ്തുക്കളുണ്ട്, മഷ്റൂംസ്, മെസ്കലിൻ, ഒത്തിരി വസ്തുക്കളുണ്ട്. ഇതൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ടോക്സിക് ആവും. ടോക്സിക് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലകാല സമയബോധം നഷ്ടപ്പെടാം. സ്ഥലം, കാലം, സമയം, ഇത് എങ്ങനെ മനസ്സിലാക്കും ഒരാളോട്? ഒരാളോട് ചോദിക്കാം, നിങ്ങൾ എവിടെയാണ്, ഇന്നെന്താണ് തീയതി, സമയം എന്തായിട്ടുണ്ട്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് സ്ഥലകാല സമയബോധം നഷ്ടപ്പെട്ടെന്നർത്ഥം. ഇതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതി. അപ്പോൾ ഒരാളുടെ ബ്രെയിൻ ടോക്സിക് ആണെന്ന് പറയണമെങ്കിൽ അയാളുടെ ശാരീരികാവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ സംസാരം, അയാളുടെ പ്രകൃതം, അയാളുടെ ശരീരത്തിൻ്റെ ഇളക്കം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതിനെപ്പറ്റി ഈയിടെ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഡോക്ടർ ജൂലിയറ്റ് അവർ പറയണമെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയൊന്നും അത്ര വലിയ കണ്ടുപിടുത്തം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീടിൻ്റെ ഇറയത്ത് നിന്ന് കാലാവസ്ഥ നോക്കുന്ന പോലെ നോക്കിയാൽ മതി. ഒരാളെ നോക്കി അയാൾ സംസാരം കേട്ടാൽ മതി, അവൻ എന്തെങ്കിലും ലഹരിക്ക് അടിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അത്രമാത്രം എളുപ്പമാണെന്ന് പറയണത്. അവൻ്റെ നോട്ടം, കണ്ണിലേക്ക് നോക്കാൻ പറ്റൂല. അവന് എവിടെയെങ്കിലൊക്കെ കൈ ഇളക്കങ്ങളുണ്ടാവും, കൈയോ ശരീരമൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ വസ്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ മൂഷ്ണി നാറിയൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ശരീരത്തിൽ നിന്ന് പ്രത്യേക സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കും. നടത്തമൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുന്ന രീതിയിൽ, സംസാരം കുഴഞ്ഞ രീതിയിൽ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്താ ഇതിന് മാത്രം വലിയ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ ബോധമുള്ള ആൾക്കാരുണ്ടാവും. ആ ബോധമുള്ള ആൾക്കാർ നേരത്തെ തന്നെ മനസ്സിലാക്കുക, ഹീസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സം ടോക്സിക് സബ്സ്റ്റൻസ്. ഏതോ വിഷാംശമുള്ള സാധനത്തിൻ്റെ കീഴ്പ്പെട്ട് അതിൻ്റെ ഒരു അടിമയായിട്ട് അതിനെ ആശ്രയിച്ച് അതിന് സ്വന്തം ശരീരവും തലച്ചോറും പണയം വെച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണിത് എന്ന് മനസ്സിലാക്കാൻ അധികം ഒരു 10 സെക്കൻഡ് പോലും വേണ്ടെന്നാണ് ഡോക്ടർ ജൂലിയറ്റ് പറയുന്നത്. വളരെ കറക്റ്റാണത് കേട്ടോ, വളരെ വളരെ കറക്റ്റാണ്. അപ്പം ഇത് മനസ്സിലാക്കാൻ കൂടെ ജീവിക്കുന്ന ഒരു സമയം പിടിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം വലിയൊരു അപകടത്തിലേക്ക് പോകും. കാരണം അത് ഈ ഒരു സന്ദേശം അത് മറ്റുള്ള ഒരാളിലേക്ക്, അതായത് ഉത്തരവാദിത്തമുള്ള ഒരാളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അവനവൻ്റെ സ്വന്തക്കാർക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരത് മറച്ചു വയ്ക്കും. അതൊരു കുടുംബത്തിൻ്റെ രഹസ്യമായിട്ട് മാറും. ആ രഹസ്യത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ചികിത്സയിൽ എത്തിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, വിത്തൗട്ട് ടൈം അധികം സ്പെൻഡ് ചെയ്യാതെ, സമയം വെറുതെ കളയാതെ, എത്രയും പെട്ടെന്ന് ഒരു അറിവുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക, ചികിത്സിക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അയാളെ ആ ടോക്സിസിറ്റി, ആ വിഷാംശത്തിൽ നിന്നും മോചിതനാക്കുക.
ഇപ്പോൾ ഈ AI പ്രോഗ്രാമിൽ വന്ന പുതുമക്കാരോട് ഞാൻ പറയാനുള്ളത്, പല ആൾക്കാരും ഇന്നലെ കുടിച്ചിട്ടുണ്ടാകാം, മിനിഞ്ഞാന്ന് കുടിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇന്നും കുടിച്ചിട്ടുണ്ടാകാം. അത് ഒരു ചികിത്സിക്കാൻ പറ്റിയൊരവസ്ഥയല്ല. ഇറ്റ് ഇസ് എ ടോക്സിക് സ്റ്റേറ്റ്. അത് വിഷാംശമുള്ളൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഒരാളുടെ തലച്ചോറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അയാളത് കേൾക്കുക, മനസ്സിലാക്കുക, ബുദ്ധിപരമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുക, ഓർമ്മിക്കുക ഒക്കെ മിക്കവാറും അസാധ്യമാണ്. പിന്നെ അയാളുടെ ഉള്ളിൽ ഒരു നിഷേധം എപ്പോഴും ഉണ്ടാവും. ആ നിഷേധത്തിൻ്റെ ഉള്ളിലൊരു വികാരം ഉണ്ടാവും. ആ വികാരം അയാളെ ചിലപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ ഇതിൻ്റെ ചികിത്സയിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഭയങ്കര ഭീകരാവസ്ഥയാണ് അത്. അതാണ് ഭീകരതയിൽ ഭീകരമായ അവസ്ഥ അതാണ്. അപ്പോൾ അയാളുടെ വികാരങ്ങൾ എന്തൊക്കെയാണ്? അയാൾക്കിപ്പോൾ ഒരു ഒരു ആനന്ദമാർഗി, 24 മണിക്കൂർ എനിക്ക് സന്തോഷം വേണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തിന് അഡിക്റ്റഡ് ആയിരിക്കും. ജനിച്ച് ഉടനെ തന്നെ ഈ അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്ത് അവർക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും അവരെങ്ങനെ ലാളിച്ച് അമിത സന്തോഷത്തിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആയിപ്പോയി കാണും. അപ്പോൾ സന്തോഷം അവരുടെ അഡിക്ഷൻ ആയിപ്പോയി. അപ്പോൾ സന്തോഷം നമുക്ക് അത്യാവശ്യം വേണ്ടൊരു വികാരമാണ്. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ അതൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സന്തോഷം ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറും. നമ്മള് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആ സന്തോഷത്തിന്റെ ലെവലൊന്ന് കുറയ്ക്കണം. ആ ലെവലൊന്ന് നല്ല രീതിയിൽ ആ ലെവൽ ഒന്ന് കുറയ്ക്കണം. ഇത് ഞാൻ വളരെ പ്രായോഗികമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ വന്നേക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന സുഹൃത്തുക്കളോട് പറയുന്നത്, അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത സന്തോഷത്തിന്റെ ഒരു അന്വേഷണവും അതിൽ ഒട്ടിപ്പിടിച്ചായിരിക്കാനുള്ള ഒരു മുന്നോട്ട് പോകുന്ന ഒരു വികാരം തന്നെയാണ്. ഒരു പാഷനാണ്. ഒരു പാഷൻ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ സങ്കടം വന്നാൽ അത് സഹിക്കില്ല, ജീവിതം അവസാനിച്ചെന്ന് തോന്നും. ഒരു ഭയം വന്നാലും അവർക്ക് അത് നേരിടാനുള്ള ധൈര്യമില്ല. ഭയം വന്നാലും ഇപ്പൊ ഞാൻ ചത്തുപോകും. അപ്പൊ ശരീരത്തിന്റെ ഭാഷ എങ്ങനെയായിരിക്കും? ശരീരം വിറയ്ക്കുക, ആരെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ സംസാരം പുറത്തു വരുന്നില്ല. അതികഠിനമായിട്ടുള്ള ഒരു ഭീകര വികാരങ്ങളാണ് അയാളെ ആ സമയത്ത്. ഭൂരിഭാഗം ആൾക്കാർ, അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ അഭിപ്രായത്തിൽ അവർ ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ചികിത്സയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സന്തോഷത്തിന്റെ ലെവലൊന്നും നല്ല രീതിയിൽ കുറയ്ക്കണം. സന്തോഷം അത്ര അനിവാര്യമല്ല. അത് മറ്റു വികാരങ്ങളെ പോലെ ഒരു സാധാരണ വികാരം തന്നെ. നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ജീവിതത്തെ നിരീക്ഷിച്ചാൽ പറ്റും. നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വാർത്തകൾ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തന്നെ നമ്മൾ TV ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മൾ അതൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ ജാഗ്രത കൊണ്ട്, നമ്മൾ കേൾക്കാനുള്ള നമ്മുടെ ജാഗ്രത കൊണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒരു ധാരണ പുലർത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പോവും ഒരു ടോക്സിക് ബ്രെയിനിൽ. ഒരു ടോക്സിക് ബ്രെയിനിൽ ജാഗ്രത ഇല്ല. ഞാൻ ഇനി എന്താ കേൾക്കണ്ടേ, അങ്ങനെ ഒരു ആരെന്ത് പറഞ്ഞു, ആ ഒരു ജാഗ്രതയില്ല, അതിലേക്ക് അറ്റൻഷൻ ഇല്ല, അതിനെപ്പറ്റി ധാരണയില്ല, അതിൻ്റെ കണ്ടന്റ്
അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു വിഷയവിവരം അതുമില്ല, ഒക്കെ പോവും. അതുകൊണ്ടാണ് ഒരു മദ്യാസക്തിയോ മറ്റ് ടോക്സിക് ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുന്ന ഒരാൾ സോബർ അല്ല എന്ന് പറയാൻ കാരണം അതാണ്. അയാളുടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അയാളുടെ ചിന്തകൾ, അയാളുടെ തോന്നലുകൾ, അയാളുടെ വികാരങ്ങൾ, അയാളുടെ സ്വഭാവങ്ങൾ സെക്കൻഡുകൾ വെച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് അത് മാറുന്നത്? അയാൾക്കൊരു സുബോധം തിരിച്ചു കിട്ടി, ഒരു പീസ്, മെന്റൽ പീസ് വന്നതിന് ശേഷം അയാളെ തന്നെ നിരീക്ഷിക്കട്ടെ, അയാൾക്ക് മനസ്സിലാവും. അയാൾക്ക് പ്രോഗ്രാമിലെത്തി അയാളൊരു 3 ആഴ്ച, ഒരു 4 ആഴ്ചയെങ്കിലും മദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. കംപ്ലീറ്റ് അബ്സ്റ്റിനൻസ്. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കൽ എന്നർത്ഥം. പൂർണ്ണമായിട്ടും നിർത്തിവെക്കൽ. അളവൊന്നും അവിടെ ഇല്ല, ഒരു കാര്യമില്ല. അളവ് എത്ര താഴ്ന്നാലും അതിൽ കാര്യമില്ല. പൂർണ്ണമായിട്ടും അയാൾ ലഹരി വസ്തുവിൽ നിന്നും വിട്ടു നിൽക്കുക. ആ വിട്ടു നിന്നിട്ട് അയാൾക്കൊരു മാറ്റം വരിക. അപ്പോൾ അയാളുടെ മനസ്സ്, അയാളുടെ ബോധത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിലെന്തൊക്കെയുണ്ട്? അയാൾക്ക് ലോകത്തെ മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ അത് എങ്ങനെ അയാൾക്ക് തോന്നുന്നു? നേരത്തെക്കാളും അയാൾക്കൊരു സ്വസ്ഥതയുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൽ ഓരോ വിഷയത്തിൻ്റെയും കണ്ടന്റ്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടികിട്ടുന്നുണ്ടോ? അതിന് സമയം പിടിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ അയാൾ ഒന്ന് സ്വയം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബ്രെയിൻ ശരിയായി വരുന്നുള്ള അയാൾക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ബ്രെയിൻ വരണം എന്നാണ് ഡോക്ടർ ജൂലിയറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ, നമ്മുടെ പഴമക്കാരായ സുഹൃത്തുക്കൾ, അവൻ സോബറാണ്, ഞാൻ സോബറാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ കടന്നുപോയത് മദ്യരഹിതമായിട്ടുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. ഇത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ബ്രെയിനിൽ അവർക്കൊരു സമാധാനം കിട്ടിയത്. ചിന്തകളെ, തോന്നലുകളും ഒക്കെ അതിന് വ്യക്തമായി അനലൈസ് ചെയ്യാനും ക്ലിയറായിട്ട് മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞ അങ്ങനെയാണ്. അവർ സോബറായപ്പോഴാണ്. അപ്പോൾ ഈ വാക്കിന് ഭയങ്കര ഒരു വില കൊടുക്കണം. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ സോബർ, എന്താണ് സോബർ? ഞാനിപ്പോൾ സോബറാണ് എന്നൊരാൾ പറയുമ്പോൾ ഒരു 2 ദിവസം കുടി നിർത്തിയതല്ല, അയാൾക്ക് ദിവസങ്ങളോളം കുടി നിർത്തിയിട്ട് അയാൾക്ക് മാനസികമായിട്ട് ലഭിക്കുന്ന ആ വ്യക്തത, ആ സ്വാസ്ഥ്യം, സൗഖ്യം, അതിനാണ് നമ്മൾ സോബർ എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത് നിർത്താൻ ഒരു ട്രെയിനിങ് നടത്തുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ സോബർ എന്താന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, ബോധം എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിത് പുതുമക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുന്നു. ബോധം എന്നുള്ള വാക്കിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധം എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ബന്ധമില്ലാത്ത ആൾക്ക് ബോധമില്ലെന്നാണ് പറയുന്നത്. അത് വളരെ നമ്മൾ ഭാഷയുടെ ഒരു പ്രത്യേകത ഒന്നുമല്ല. ബന്ധങ്ങളില്ലാത്ത ആൾക്ക് ബോധമില്ല. അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെ സംസാരിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നോ കേൾക്കുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ നിങ്ങളുണ്ട്, നിങ്ങളിത് കേൾക്കുന്നുള്ള എനിക്ക് ധാരണയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. എവിടെ നിന്നോ നിങ്ങൾ കേൾക്കുന്നു, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരാൾ അയാളെ തന്നെ മനസ്സിലാക്കുക. ഞാനിപ്പോൾ എന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കുന്നത്, എന്ത് സമയമായിട്ടുണ്ട്, അതാണ് സ്പേസ് ടൈം. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ നിങ്ങളെ മുൻനിർത്തി, നിങ്ങളുണ്ടെന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മൾ ഇടപെടുന്നു. നമ്മൾ തമ്മിൽ ബന്ധമായി. സമയത്ത്, സ്ഥലകാലത്തിനൊക്കെ ഉള്ളിൽ നമ്മൾ ബന്ധപ്പെട്ടു. ഈ ബന്ധത്തിനാണ് ബോധം എന്ന് പറയുന്നത്.
ഇപ്പൊ നമ്മള് ബന്ധമില്ലെങ്കിലോ? അപ്പോൾ കേൾക്കാൻ പറ്റാത്ത ഒരാൾക്ക് ശരിക്കും ബോധത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാണാൻ പറ്റാത്തൊരു അന്ധനായ ഒരാൾക്ക് ബോധത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറാൻ പറ്റില്ല. കാരണം നമ്മൾ കാഴ്ച, കേൾവി, സ്പർശനം ഇതിൽ കൂടിയൊക്കെയാണ് നമ്മൾ എൻ്റെ ചുറ്റുപാടിന് എനിക്കറിയാനുള്ള ഉപകരണങ്ങൾ അതാണ്. അത് അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധ പിടിച്ചു പറ്റും, ജാഗ്രത ഉണ്ടാകും, ശ്രദ്ധ പിടിച്ചു പറ്റും. അതിൻ്റെ ഉള്ളിൽ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്നതിനാണ് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മദ്യാസക്തൻ അല്ലെങ്കിൽ ഒരു മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ, അവൻ്റെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവൻ്റെ ബന്ധം എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവൻ്റെ ടോക്സിസിറ്റി, ബ്രെയിനിൻ്റെ വിഷാംശം എത്ര അധികം കൂടുന്നുണ്ടോ അത്രമാത്രം അവൻ്റെ ബോധവും ആ ബോധത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനസ്സും വികലമാവും. ആ ബോധത്തെ, ആ ബന്ധത്തെ, ആ മനസ്സിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ഒരു ദൗത്യം, അതാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പോൾ അതിന് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പിടിയും കിട്ടില്ല. അയാൾ കുടിക്കുന്നതിനെ നിസ്സാരമാക്കി കണക്കാക്കുകയും അങ്ങനെ അതിൽ കൂടി മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ അയാളുടെ ബ്രെയിൻ അബ്നോർമലാവും, ഉറപ്പാണ്. അപ്പോൾ അബ്നോർമലാവുന്ന ബ്രെയിനിൽ കൂടെ അയാൾക്ക് ഈ പ്രോഗ്രാം നടപ്പിലാക്കാൻ പറ്റില്ല അയാളുടെ ഉള്ളിൽ. അത് തീരെ കയറില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഇതിലെത്തുമ്പോഴേ ഈ വൈകാരിക അവസ്ഥകൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ, സന്തോഷത്തിൻ്റെ അതിരുവിട്ട കളികളെ കുറയ്ക്കുമെങ്കിലും ചെയ്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രോഗ്രാമിൽ കൂടി വല്ലതും രക്ഷപ്പെട്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ളൂ. അല്ലാത്തവർ വളരെയധികം കഷ്ടപ്പെട്ട് ചിലപ്പോൾ മരിക്കാറായ സമയത്തൊക്കെ കുറച്ചൊരു തിരിച്ചുവരവുണ്ടാകും. അതുകൊണ്ട് എന്താ കാര്യം? ഒരാൾ 15 വയസ്സിൽ മദ്യം കഴിക്കാൻ തുടങ്ങി, അയാൾ 25 വയസ്സായിട്ടോ അയാൾക്കൊന്നും കിട്ടിയില്ല, ഈ പറഞ്ഞ ബന്ധം കിട്ടിയില്ല, ബോധത്തെ പറ്റി യാതൊരു വിവരം കിട്ടിയില്ല, എന്താണ് സോബർ എന്ന് മനസ്സിലായിട്ടില്ല. അയാൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കുടിച്ചോണ്ടിരിക്കുന്നു, അയാൾ എയിലൊക്കെ പോകുന്നുണ്ട്. എന്താണ് അയാൾക്ക് കിട്ടിയത്? അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അയാൾക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരാളുടെ അനിയന്ത്രിതവും അസാധാരണവുമായിട്ടുള്ള ആ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, അത് അയാൾക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന അയാൾ മനസ്സിലാക്കുകയും അത് കൂടെ ജീവിക്കുന്നവരെ കൂടി ബാധിക്കുന്നുണ്ടെന്നും അത് മനസ്സിലാക്കി ഈ 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാം സ്വീകരിക്കുകയും ആ പ്രോഗ്രാം സ്വീകരിക്കുന്നതും മനസ്സിലാക്കുന്നതും അതിൽ കൂടി ബുദ്ധി വളർത്തിയെടുക്കുന്നതും ജീവിതത്തെ തിരിച്ചറിയുന്നതും ഒരു സന്തോഷമുള്ള ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, അതെൻ്റെ തീരുമാനം നടപ്പിലാക്കലാണ് എന്നുള്ള ഒരു ഇതിൽ കൂടി പോകുമ്പോൾ മാത്രമാണ് അയാൾക്കിത് ഉപകാരപ്പെടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഉറച്ച തീരുമാനത്തിൽ കൂടി പ്രോഗ്രാമിൽ വന്നിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി വരുന്നവരുണ്ട്. കമ്മിറ്റ്മെൻറ്റോടുകൂടി വന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന്, ഇപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പറഞ്ഞ് കേട്ട് വന്ന ഒരു സുഹൃത്ത് എത്രയോ 7,000 രൂപയുടെ മറ്റേ മരുന്നുകൾ, അയാൾക്ക് ഞാൻ ഏറ്റവും നല്ല മരുന്നുകളാണ് കുറിച്ച് കൊടുത്തത്. എന്തിനാണ് മരുന്ന്? കാരണം അയാൾ പല പ്രാവശ്യം റിലാപ്സായി, അയാൾക്കൊരു സുബോധം തിരിച്ചു കിട്ടാത്ത ഒരാൾ, അയാളുടെ ഫാമിലി സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു, ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു, അയാൾ ജോലി നഷ്ടപ്പെട്ടു, അയാൾക്ക് വാസ്തവത്തിൽ അയാൾ ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതൊരു 60% കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു ആത്മഹത്യയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചിട്ട്
ശരിയായ ചികിത്സയാണ് കൊടുക്കേണ്ടത്. നല്ലൊരു ചികിത്സ അയാൾക്ക് പറഞ്ഞല്ലേ, നമ്മളെ ഈ ബോധമണ്ഡലത്തിലേക്ക് കയറാനും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ഒത്തിരി നല്ല മരുന്നുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. നല്ല മരുന്നുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മദ്യാസക്ത രോഗത്തിൻ്റെ ഏറ്റവും കടുത്ത ലക്ഷണങ്ങളായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4-5 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു ആസക്തി, കടുത്ത ആസക്തി അല്ലെങ്കിൽ ആർത്തി, ക്രേവിങ്. രണ്ടാമതായിട്ട് അനിയന്ത്രിതത്വം, ഒരു കൺട്രോൾ കൊണ്ടുവരാൻ അയാൾക്ക് ഒരിക്കലും കഴിയുന്നില്ല. അടുത്ത കൂടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെപ്പറ്റിയുള്ള ചിന്ത പോലും അയാൾക്ക് അസഹ്യമാണ്. അത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മാനസിക വിഷമവും സംഘർഷമായിരിക്കും അയാൾക്ക് എപ്പോഴും. അതിനെ നേരിടാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനത്തെ ദുരന്തമുള്ളൊരു അവസ്ഥയിലാണ് അയാൾ. അതുകൂടാതെ അയാൾക്ക് ഇത് നീണ്ടു പോകുന്നുണ്ട്. അയാൾ ഉദ്ദേശിച്ചുണ്ട് മനസ്സിൽ ഇത് ഒഴിവാക്കണം. പക്ഷെ അതിങ്ങനെ ഇന്ന്, നാളെ, മറ്റന്നാൾ, അടുത്ത ദിവസം, അടുത്ത ആഴ്ച, അടുത്ത മാസം, വർഷം, അങ്ങനെ 36 വർഷമൊക്കെ വരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ ആലോചിച്ചിരുന്നവർ നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നീണ്ടു പോകുന്നു. അതുകൂടാതെ വരുംവരായികളൊക്കെ അയാൾക്ക് അറിയാം. അയാൾ പറയുന്ന അയാൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ആ വരുംവരായികളെ ചങ്കൂറ്റത്തോടെ, കറേജോടുകൂടി നേരിടാൻ അയാൾക്ക് കഴിയുന്നില്ല. അവിടെ കറേജിൻ്റെ അഭാവം. അപ്പോൾ അയാൾ തരളിതനായി ഒരു ചെറിയ കുട്ടിയെ പോലെ അതൊക്കെ മറന്ന് പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. അത് ചിലപ്പോൾ അയാളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ പോകും. കാരണം ഇപ്പോൾ മദ്യം കഴിച്ചിട്ട് അയാൾ സൂക്ഷ്മമായിട്ടുള്ളൊരു ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുകയാണ്, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജീവൻ അതോടുകൂടി പോയി. അയാൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അയാൾ മദ്യം കഴിച്ചിട്ട് വിമാനം ഓടിച്ചിട്ട് എന്താ പറ്റിയത്? അപ്പോൾ അത് വളരെ സൂക്ഷ്മതയുള്ളൊരു സംഗതിയാണ് നമ്മൾ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ മദ്യാസക്ത രോഗം ഈ പുതുതായിട്ട് വന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ജീവിതം. അതിനെന്തെങ്കിലും കാര്യമായിട്ടുള്ള കേട് പറ്റി കഴിഞ്ഞാൽ ജീവനുമില്ല, ജീവിതമില്ല, അതിനൊരു മേന്മയില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഒരു മാനസിക രോഗം വന്ന ഒരാൾ ഒരായുഷ്കാലം മുഴുവനും ഒരു മേന്മയില്ലാത്തൊരു ജീവിതത്തിൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധം എന്താണ്, അവരെനിക്ക് ആരാണ്, ഒന്നും അറിയാൻ പാടില്ലാതെ അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ കുറച്ചു കാലമെങ്കിലും നമ്മൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനുഷ്യനാവും? നമ്മളൊരു ഏറ്റവും വലിയ ഒരു വിലപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് ഞാനൊരു മനുഷ്യനാണെന്നുള്ള. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മളത് തെളിയിക്കുന്നത് എങ്ങനെ? നമ്മൾ മനുഷ്യത്വം കൊണ്ടാണ് നമ്മൾ തെളിയിക്കുന്നത് മനുഷ്യനാണെന്ന്. അത് നമ്മളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളില്ലാത്ത, ബോധമില്ലാത്തൊരു ജീവിതം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പ്രോഗ്രാമിൽ വരുന്ന സുഹൃത്തുക്കളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നല്ല മരുന്നുകൾ, ഇപ്പോൾ ആർത്തി, ഭയങ്കര ആർത്തിയുള്ള ആൾ, ആർത്തിയുടെ ലെവല് കുറയ്ക്കാൻ മരുന്നുണ്ട്. ആ മരുന്നിന് നല്ല വിലയുണ്ട്. അതിന് 100-140 രൂപയൊക്കെ ഇപ്പോൾ വിലയുണ്ട്. ഏറ്റവും നല്ലൊരു ഡോസിൽ അയാൾക്ക് കൊടുത്ത് അയാളുടെ സുബോധത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ മരുന്ന് കൊടുക്കുമ്പോൾ നല്ല വിലയുണ്ട്. ഒരു മാസമൊക്കെ അയാൾ മരുന്ന് കഴിച്ചാൽ നല്ല മാറ്റം വരും. പല ആൾക്കാർക്കും അങ്ങനത്തെ മരുന്ന് കൊണ്ട് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇയാൾക്ക് ചില വൈറ്റമിൻസൊക്കെ വളരെ അത്യാവശ്യം ഉണ്ടാവും. അതൊക്കെ ഡോക്ടർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഡോക്ടർ ആ മരുന്ന് ഇഞ്ചക്ഷൻ മുഖാന്തരം ആ മരുന്ന് കൊടുക്കും. അയാളുടെ മാനസിക അവസ്ഥകൾ വളരെ മോശമാണെങ്കിൽ ഡോക്ടർ ഇഞ്ചക്ഷനിലൂടെ ആ മരുന്ന് കൊടുക്കും, അഡ്മിറ്റ് ചെയ്യും അയാൾക്ക് ദിവസങ്ങൾ കഴിയുന്തോറും അയാളെ എന്താണ് അയാളുടെ സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അയാളിൽ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനത്തിൻ്റെ ഉള്ളിലേക്ക് അയാളെ കയറ്റിവിടും. ഇതാണ് എൻട്രിങ് ദി എന്താ, നമ്മുടെ ട്രെയിനിൽ കയറിയിട്ട് നമ്മളെ കമ്പാർട്ട്മെന്റിൽ കയറി
നമ്മളങ്ങോട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് യാത്രയാണ്. അതുപോലെ വിവരങ്ങളുടെ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഒരു സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കുക. അത് സന്തോഷത്തോടുകൂടി യാത്ര മുമ്പോട്ട് പോകും. അപ്പം ഇങ്ങനെ ഒരു യാത്ര പോലെയാണ് നമ്മുടെ ഈ സുബോധത്തിൻ്റെ യാത്ര. അത് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ പഴമക്കാരായ സുഹൃത്തുക്കൾക്ക് അത് അത്ഭുതത്തോടുകൂടി അവർ നോക്കിക്കാണുന്നത് അതെങ്ങനെ സംഭവിച്ചെന്ന് പോലും. അപ്പോൾ അവർക്ക് സാധാരണ രീതിയിൽ മരുന്ന് വേണമെങ്കിലും മരുന്ന് കൊണ്ടുള്ള ചികിത്സയുണ്ട്. ഇതുകൂടാതെ ഈ ചില മരുന്നുകൾ ഈ മദ്യത്തോടുള്ള ആർത്തിക്ക് ഒരു വെറുപ്പുണ്ടാക്കുന്ന, ഒരു വിരോധം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനത്തെ മരുന്ന് കൊടുത്ത് ഞാൻ രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷം വരെ അങ്ങനത്തെ മരുന്നൊക്കെ കഴിച്ച രോഗികളുണ്ട്. 1 വർഷം വരെ അങ്ങനെ ആ മരുന്ന് കഴിച്ച് ആ മരുന്ന് ഒരു എന്താ പറയുക, ഒരു ഫാർമക്കോ തെറാപ്പി എന്ന് പറയും, മരുന്ന് കൊണ്ടുള്ള ചികിത്സ. ഈ മരുന്ന് അയാളുടെ ബ്രെയിനിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അയാളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യത്തെ അയാൾക്ക് അത്രയധികം ഇഷ്ടം ഇല്ലാത്ത രീതിയിലാക്കാനുള്ള മരുന്നുകളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അയാൾക്ക് വിവരം, ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും നല്ല ഒരു നോളജ്, ഒരു ഡീപ്പ് നോളജ് അയാൾക്ക് വേണം. അത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹമാണ്. വാസ്തവത്തിൽ സ്നേഹം ഇത് അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മാനസികാരോഗ്യം വലിയ പ്രശ്നത്തിലാവും. ചില അടിസ്ഥാന സംഗതികൾ അയാൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ മാനസികാരോഗ്യം അയാൾക്ക് കിട്ടൂ. ഒന്ന്, ഞാൻ മാറ്റത്തിന് തയ്യാറാണ്, എനിക്കതിന് ധൈര്യമുണ്ട്. മാറ്റം എന്നിലൂടെ എനിക്ക് മാറ്റം, എൻ്റെ തിരിച്ചറിവിലൂടെ, എൻ്റെ ജ്ഞാനത്തിലൂടെ, എൻ്റെ കമ്മിറ്റ്മെൻറ്റിലൂടെ ഞാൻ എന്നെ മാറ്റിമറിക്കാൻ പോവാണ്. അത് വേറെ ആരും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, അയാളെ അത് ഉറപ്പിച്ചു സ്വീകരിച്ചേക്കുവാണ്. അപ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു ഹീലിംഗ് പ്രോസസ്സ് അയാളുടെ ഉള്ളിൽ നടക്കുവാണ്, അയാളുടെ ബ്രെയിനിൽ നടക്കുവാണ്. അപ്പോൾ അത് ഒന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മുമ്പോട്ട് പോയിക്കോളും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇന്ന് വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ബോധത്തിൻ്റെ മണ്ഡലം ശരിയാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകണം, അറ്റം വരെ പോകണം. ഇന്ന് ഒരു റീഹാബിലെ ഒരു അഡ്മിറ്റ് ചെയ്തൊരു സുഹൃത്ത്, ഞാൻ മിക്കവാറും ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണുന്ന ഒരു റീഹാബിലെ ഒരു പേഷ്യൻ്റെ കാര്യം അവിടുത്തെ സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു. അയാൾ എന്താണ് ചെയ്യുക, അയാൾ ഒരു പഴയ ബ്ലേഡ് എടുത്ത് ശരീരം മുഴുവൻ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദ്യാസക്ത രോഗത്തിൽ നിന്ന് നിർത്തിവെച്ച് രക്ഷപ്പെടാനുള്ള ചികിത്സയ്ക്ക് വന്നേക്കണതാണ്. പക്ഷെ ചെയ്യുന്ന പണി ഇതാണ്, അയാൾ ഒരു ബ്ലേഡ് കൊണ്ട് ശരീരം മുഴുവൻ വരഞ്ഞ് മുറിക്കാൻ നോക്കുകയാണ്. എന്താണത്? അയാൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അയാളുടെ ബ്രെയിൻ എങ്ങനെയാണ്, ബ്രെയിൻ അസാധാരണമായിട്ട്, അബ്നോർമലായിട്ട്, ചിന്തകളൊക്കെ വളരെ മോശമായിട്ട് അയാൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അയാൾക്കെതിരായിട്ട്. അപ്പം ഞാൻ പറയുന്ന ആ നിർവചനത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരാൾ അയാൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുപക്ഷെ അയാളുടെ മാനസിക വ്യാപാരം ഇങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ, ഞാൻ എൻ്റെ ശരീരത്തെ മുറിച്ചു കളഞ്ഞാൽ ഇതിൽ വിരോധം തോന്നിയിട്ട് ഇവരെ ഒരു ശല്യമാക്കി, ഞാനെന്ന ഒരു ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് കുടിക്കാം. അപ്പോൾ അയാൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് അവിടെ ഇറക്കുന്നത്. അപ്പോൾ അയാൾ സൂപ്പർഫിഷ്യലായിട്ട് പുറമെ തൊലിപ്പുറത്ത് മാത്രം മുറിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അയാളുടെ ഉള്ളിലൊരു ബോധം ഉള്ളൊരു ബുദ്ധിയുണ്ട്. എന്താണ് അത്? ഡീപ്പായിട്ട് മുറിച്ചാൽ രക്തക്കൊഴലൊക്കെ മുറിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രമാത്രം അയാൾ മാനിപ്പുലേറ്റ് എന്ന് വെച്ചാൽ ഒരു
തെറ്റായ ഒരു നുണ പറഞ്ഞിട്ടുള്ള ഒരു കള്ളത്തരം ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഈ മാനിപ്പുലേഷൻ. അപ്പൊ ഇതില് ഏറ്റവും നിസ്സാരമായ ഇങ്ങനെ മാനിപ്പുലേഷൻ മുതൽ ഏറ്റവും ബുദ്ധിമാനാണെന്ന് അഹങ്കരിച്ചിട്ട് ഒരു ബഫൂണിനെ പോലുള്ള കളികൾ വരെ കളിക്കും. അപ്പോൾ അവിടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് മദ്യം കഴിക്കുകയാണെങ്കിൽ എൻ്റെ അളവ് മറ്റുള്ളവനേക്കാളും കൂടുതൽ നിൽക്കണം, ഞാൻ ഒരു പടി അവൻ്റെ മുമ്പിലാവണം. അതെന്തൊരു ബുദ്ധിയുള്ള ഒരു കഴിവായിട്ടാണ്. അത് ടോക്സിക് ബ്രെയിൻ ഉണ്ടാക്കുകയും ജീവിതം ഇല്ലാതാക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നല്ല. അതിന് പകരം ഞാൻ കേമൻ എന്നുള്ള ഈഗോയുടെ പ്രവർത്തനം. നമ്മുടെ ഈ ബോധം നമ്മുടെ ഈഗോയും തമ്മിൽ ഭയങ്കര ഒരു കുടിലമായിട്ടുള്ള ശരിക്കും യോജിക്കാത്ത രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുന്നു. ഈഗോ എന്തിനാണ്? ഈഗോ ലഹരി വസ്തുവിനോടുള്ള ആർത്തി, അതിൽ കിട്ടുന്ന ആനന്ദത്തിൻ്റെ മുന്നിൽ ഞാൻ ഒന്നാമനാണ്, എനിക്കല്ല, എൻ്റെ അറിവ് ഭയങ്കരമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. അതൊരു ന്യൂറോസിസാണ്, അതൊരു മാനിപ്പുലേഷനാണ്. അത് ചിലപ്പോൾ ഒരു അഭിനയമായിരിക്കാം, ചിലപ്പോൾ അത് രോഗാവസ്ഥയിലായിരിക്കാം. അങ്ങനെ പല അവസ്ഥകളിലുള്ള പല കളികളും അയാൾ നടത്തും. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലേ മദ്യപാനം നടത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ സ്വന്തം മനസ്സിനോട്, ബോധത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനസ്സിനോട് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്താലേ താൻ കളിക്കുന്ന കളികൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ തലച്ചോറിൻ്റെ വില പിടിച്ച സംഗതികൾ, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ തലച്ചോറിനോട് നമ്മൾ വിധേയത്വം, ആ വിധേയത്വം എന്താണ്? വളർച്ച, വികാസം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മേന്മ, അതിൻ്റെ ബന്ധങ്ങൾ, ആഴത്തിലുള്ള ബന്ധങ്ങൾ, അതുപോലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അതിൻ്റെ ശക്തി, അവിടെയാണ് ബുദ്ധിശക്തി പ്രവർത്തിക്കുന്നത്. തലച്ചോറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് അത് ബുദ്ധിപരമായിട്ട് ഒരു പടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അഭിമാനം കൊള്ളുക. അല്ലാതെ അതൊരു ബഫൂണായി മാറുമ്പോഴോ ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻ ചെയ്യുമ്പോഴോ അതിന് മിടുക്കായി നിന്നും ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വെറും ഒരു കളികൾ മാത്രം. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് സ്വന്തം കാലിൽ നിന്ന് നമ്മൾ അധ്വാനിച്ച് നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് ഒരു സ്വയം മതിപ്പോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മളെയും മറ്റുള്ളവരെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ലെവല് കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതം നല്ലതാണെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും ഒരു അടിമ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വയം മതിപ്പ്, അഭിമാനം, അത് നമ്മളിപ്പോൾ ഈ മനുഷ്യരുടെ, ഞാൻ പറയില്ലേ, മനുഷ്യക്കുട്ടികളെ പറ്റി ഈ ഡോക്ടർ T.S. എലിയട്ട് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിത ഉണ്ട്. അതായത് കുറേ കിളികൾ പറന്നിങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ അതിൽ ഏറ്റവും കിളികളെ ഉപദേശിക്കുന്ന അതിൽ ഏറ്റവും മുതിർന്ന കിളി പറയുകയാണ്, സൂക്ഷിക്കണം, നിങ്ങൾ ആ വൃക്ഷത്തിലേക്കൊന്നും കയറരുതേ. ആ വൃക്ഷത്തിൽ യാഥാർത്ഥ്യം എന്താണെന്നറിയാത്ത മനുഷ്യ കുട്ടികളിരിക്കുന്ന സ്ഥലമാണത്. അങ്ങോട്ടൊന്നും കയറിയേക്കരുതേ. ഒരു ആഹ്ലാദത്തിൻ്റെ തിമിർപ്പിലാണ്, അഹന്തയുടെ ഉള്ളിലാണ് അവർ. അങ്ങോട്ടൊന്നും കയറരുതേ, നമ്മൾ മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ഈ മനുഷ്യക്കുട്ടികൾ ഇങ്ങനെ ചെറുപ്പത്തിലേ മുതൽ അപ്പോൾ തിന്നും കുടിച്ചും സ്വയം മനസ്സിലാക്കാതെ ആഹ്ലാദത്തിൻ്റെ തിമിർപ്പിൽ, അതാണ് ഞാൻ പറയുന്നത്, അമിതമായ ആഹ്ലാദം. അപ്പം ഈ അമിതമായ ആഹ്ലാദത്തിൻ്റെ അത്
ഒരു നോർമൽ ലെവലിലേക്ക് വന്ന് എൻ്റെ ലക്ഷണം എന്താണ്? ജീവിതത്തിന് ഗൗരവം വരുമ്പോഴാണ്. ഒരു 15 വയസ്സുകാരൻ ജീവിതത്തിന് ഗൗരവം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ ബന്ധങ്ങൾ മെച്ചപ്പെടും. അവൻ ബഹുമാനിക്കേണ്ട ആൾക്കാരെ ബഹുമാനിക്കും. ശരിയായത് എന്താണ്, നല്ലതെന്താണ്, മേന്മയുള്ളത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ട്. അതിന് ശരിയായ ഉത്തരം അവനറിയാം. വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി, എന്താണ് നല്ലത്, എന്താണ് മേന്മയുള്ളത്, ഇതൊക്കെ അവനറിയാം. അവനങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ആഹ്ലാദം ലെവല് കുറയണം. അല്ലാതെ അച്ഛനോ അമ്മയൊക്കെ ഉണ്ടാക്കിയ പൈസയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തിന്ന് കുടിച്ച് നടന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടി, പക്ഷെ 25 വയസ്സായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, 35 വയസ്സായിട്ടും ജോലിയില്ല, 40 വയസ്സായിട്ടും ജോലിയില്ല. എവിടെയാണ് സ്വയം മതിപ്പ്? എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതി? അപ്പൊ ഇവിടെയാണ് നമ്മൾ ജീവിതത്തെ, അന്നന്നത്തെ ജീവിതം, അതിജീവനം എന്നൊക്കെ പറയും. എത്രയോ ലെവലിലുള്ള ആളുകൾ, അധികാരമില്ലാത്തവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, സങ്കടങ്ങളിൽ ജീവിക്കുന്നവർ, വേർപാടുകളിൽ ജീവിക്കുന്നവർ, എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ സഹായം, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കമ്മിറ്റ്മെൻറ്റ്, അതിനോടുള്ള പ്രതിപത്തി, അതിൻ്റെ ഉള്ളിൽ അല്പം മദ്യം ചെന്നാൽ മതി, അവൻ്റെ ജീവിതം അവിടെ പോയി, ക്യാൻസലായിപ്പോയി. അപ്പോൾ ഈ ബോധത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടത്. ഈ ബോധം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഒരാളിങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. തലച്ചോറിൻ്റെ ഈ കേന്ദ്രഭാഗത്തിൽ നിങ്ങൾ മുടിയൊക്കെ പകുത്തിടുന്നില്ലേ? കൃത്യ സെൻറ്ററിലെ സ്ത്രീകളൊക്കെ മുടി അങ്ങോട്ട് 2 സൈഡിലേക്കും പകുത്തിടുന്ന പോലെ ഒരു നേർവര പുറകോട്ടുണ്ട്. അപ്പോൾ ആ വരയുടെ 2 സൈഡിലും 2 ബ്രെയിനുണ്ട്. തലച്ചോറിൻ്റെ വലതു ഭാഗം ബ്രെയിൻ, ഇടതു ഭാഗം ബ്രെയിൻ. അപ്പോൾ ഈ ബ്രെയിനിൽ കൃത്യം സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് താഴെ അയാൾ കാല് കൊളുത്തി തൂങ്ങിക്കിടക്കുന്ന പോലെ സങ്കല്പിക്കുക. കൃത്യ സെൻറ്ററിൽ ചെവിയുടെ മുൾഭാഗത്ത് തലച്ചോറ് അങ്ങനെ കിടക്കുകയാണ്. ആ തലച്ചോറിൽ കാലിൻ്റെ ഭാഗം, തലച്ചോറിൽ കാലിൻ്റെ ഭാഗം റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടോസ്, വലിയ വിരൽ, കാലിൻ്റെ വലിയ വിരൽ, ചെറിയ വിരൽ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ കണങ്കാല്, അതുപോലെ നമ്മുടെ ലെഗ്, അതുപോലെ നീ, തൈസ് ആണ്, പിന്നെ ട്രങ്ക്, മുകളിലേക്ക് വന്നാൽ അത് അബ്ഡോമൻ, പിന്നെ ട്രങ്ക്, ചെസ്റ്റ്, ഷോൾഡർ, അതുപോലെ എൽബോ ജോയിൻ്റ്, കൈയുടെ റിസ്റ്റ്, തള്ളവിരൽ, അതുപോലെ ചൂണ്ടുവിരൽ, നടുവിരൽ, അങ്ങനെ രേഖപ്പെടുത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാല് നിവർത്തി അങ്ങനെ കിടക്കുന്ന പോലെ, കാലവിടെ കൊളുത്തിയിട്ട് ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കണ, തല താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പോലെ ഒരു കിടപ്പുണ്ട്. എന്താണ് തലച്ചോറിൽ അങ്ങനെ ഒരു ഭാഗം? ആ ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നടുക്കുള്ള ആ കാലിൻ്റെ പാദം, തലച്ചോറിൻ്റെ 2 ഭാഗം, വലതു ഭാഗം ഇടതു ഭാഗം, ആ ഭാഗത്ത് രക്തോട്ടം നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൻ്റെ പാദം ശക്തിയില്ലാതാവും, നടക്കാൻ പറ്റില്ല. അവിടെ ഒരു ട്യൂമർ, ഒരു മെനിഞ്ചിയോമ, അവിടെ ഒരു ട്യൂമർ ഇരിക്കുന്നു വിചാരിച്ചു, ഒരു തേങ്ങയുടെ വലിപ്പമുള്ള ഒരു ട്യൂമർ. നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ രോഗലക്ഷണം, നിങ്ങൾ 2 കാലിലെ ചലനം പോയി, സ്പർശനം അറിയില്ല, അത് മാത്രമായിരിക്കും. അതോടുകൂടി നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ ബോധം കുറഞ്ഞു വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ശക്തിയായ തലവേദനയൊക്കെ ഉണ്ടാവും, അങ്ങനെ വരും. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു മകൻ അമ്മയെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് അമ്മയുടെ വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഈ മകന് അത് അവതരിപ്പിക്കാൻ തന്നെ വിഷമമാണ്. വേറെ ഒന്നുമല്ല, ഈ
അമ്മയ്ക്ക് രാത്രിയിൽ ഇങ്ങനെ അവരറിയാതെ മൂത്രം പോവാണ്. ഇങ്ങനെ മൂത്രം കുറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മലവും അറിയാതെ പോവും. മലവും മൂത്രവും ഇങ്ങനെ നമ്മുടെ കൺട്രോളിലാണ്, ബ്രെയിനിന്റെ കൺട്രോളിലാണ്. ഞാൻ ഈ പറഞ്ഞ ആ കൃത്യം സെന്ററിൽ തന്നെയാണ് ഈ മൂത്രം പുറത്തു വിടുന്ന ആ ഒരു ചലനം നിയന്ത്രിക്കുന്ന ഭാഗം. അപ്പൊ ഈ അമ്മയ്ക്ക് ആ മൂത്രം ഇങ്ങനെ അറിയാതെ പോകുന്നു, രാത്രിയിൽ അറിയാതെ പോകുന്നതുകൊണ്ട് അപ്പൊ ഞാനന്ന് സംശയിച്ച അവിടെ ആ അമ്മയ്ക്ക് ഇത് കൂടാതെ ശ്രദ്ധയില്ലാതായി, ഓർമ്മയില്ലാത്തത് പോലെ ആണെന്നാണ് മകൻ പറഞ്ഞെങ്കിലും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഓർമ്മയില്ലാത്തതായതാണ് വാസ്തവത്തിൽ. അങ്ങനെ അന്ന് ഇതില്ല, സ്കാനിങ് ഇല്ല. ആകെപ്പാടെ മംഗലാപുരത്ത് സ്കാനിങ് ഉള്ളത്. മംഗലാപുരത്ത് ആ സ്കാനിങ്ങിന് അമ്മയെ അയച്ച്, പക്ഷെ അവർ പോയില്ല, ഉടനെ പോയില്ല. കുറെ വേറെ ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ ഡോക്ടർമാരെ കുറെ പേരെ മാറിക്കൊണ്ട് അപ്പോൾ ആരോ പറഞ്ഞത് വിഷാദ രോഗം കൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ വരുന്നത്. വിഷാദ രോഗം കൊണ്ടാന്ന് പറഞ്ഞ അമ്മയ്ക്കൊരു മരുന്ന് കൊടുത്തു. ആ മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും മൂത്രം പോലെ നിന്നു. പിന്നെ ഞാനും അവരും തമ്മിൽ അധികം ബന്ധമൊന്നും ഇല്ലാതായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും അവർ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ രോഗം കുറേ കൂടി മുമ്പോട്ട് പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞ് നമുക്കൊരു സ്കാൻ ഇല്ലാതെ ഇത് നിർണ്ണയിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ പിന്നെ പോയി സ്കാൻ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ ഒരു തേങ്ങയുടെ വലുപ്പത്തിൽ ഒരു മെനിഞ്ചിയോമ, ഒരു ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. ഇത് ക്യാൻസർ അല്ല, അല്ലാത്തൊരു ട്യൂമറാണ്. പക്ഷെ അവരുടെ ഉത്സാഹം ഭയങ്കരമായിരുന്നു. ആ മകനും മറ്റ് സുഹൃത്തുക്കളൊക്കെ കൂടി ആലോചിച്ച് അവർ തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ പോയി അവിടെ കാണിച്ചു. ഞാൻ റെഫർ ചെയ്ത സ്ഥലം അവിടെയാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ കൂടെ പഠിച്ച ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ കേസ് വിട്ടു. അവിടെ ചെന്ന് ഈ സ്കാനുമായിട്ട് അവിടെ ചെന്ന് ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു. എത്രയോ 29 ബോട്ടിൽ AB നെഗറ്റീവ് ബ്ലഡ് അത് കളക്ട് ചെയ്യാൻ, ഒരു ബോട്ടിൽ തന്നെ കളക്ട് ചെയ്യാൻ വലിയ വിഷമമുള്ള സംഗതിയാണ്. അസാധാരണ രക്തം 29 ബോട്ടിൽ കയറ്റി ആ ട്യൂമർ എടുത്ത് മാറ്റി. അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക്. അപ്പോൾ അവർ വളരെയധികം വ്യത്യാസം വന്നു. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ടായി. ബ്ലീഡിങ് നിർത്താൻ വീണ്ടും തുറന്നു, തലച്ചോറ് തുറന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് ടേബിളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അവർ മരിച്ചുപോയി. അപ്പോൾ ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നത് നോക്കുക, എത്ര ഭയങ്കര സംഭവമാണെന്നറിയാം. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ തലച്ചോറ്, കാല് കൊളുത്തി തല കീഴായിട്ട് കിടക്കുന്ന തലച്ചോറ് താഴെ വരുമ്പോഴത്തേക്കും, തലച്ചോറ് താഴേക്ക് വരുമ്പോൾ തോറും അത് രേഖപ്പെടുത്തുന്ന സ്ഥലം നമ്മുടെ മുഖം, നമ്മുടെ ചുണ്ടുകൾ, നാവ്, ഈ ഭാഗങ്ങളൊക്കെ താഴേക്കായിട്ട് അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ ഒരു മനുഷ്യൻ കിടക്കുന്ന പോലെ തലച്ചോറിൻ്റെ ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം അത് രണ്ടായിട്ടാണ്. ഒന്ന് സ്പർശനത്തിന് വേണ്ടി അറിയാൻ, സെൻസേഷൻ, നമ്മുടെ വേദന, ചൂട്, തണുപ്പ്, സ്പർശനം ഒക്കെ അറിയുന്നതിന് വേണ്ടി അങ്ങനെ കിടക്കുന്നു. മറ്റൊന്ന് ചലിക്കാൻ വേണ്ടി കിടക്കുന്നു. അങ്ങനെ 2 പേരങ്ങനെ കിടക്കുകയാണ് തലച്ചോറ്. അപ്പോൾ അവരാണ് നമ്മളെ ഈ സെൻസേഷനൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ, അറിയുന്നതും ചലിക്കുന്നതും ഒക്കെ അവരാണ്. അങ്ങനെ അവർ ചലിച്ചിട്ടാണ് ഈ ലോകം എന്താണെന്ന് നമ്മളെ ഉള്ളിലേക്ക്, തലച്ചോറിലേക്ക് കയറി വരുന്നത്. അങ്ങനെയുള്ളൊരു ഇത് ലോകം, നമ്മുടെ ഒരു ധാരണ നമ്മുടെ തലച്ചോറിലുണ്ടായി ഓർമ്മയായി മാറി. ആ ഓർമ്മ നമുക്ക് ചലനങ്ങളുണ്ടാക്കും. നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് ചലിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ജീവിതത്തിൻ്റെ മീനിങ് ഉണ്ടാക്കി, ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കി തന്നത് തലച്ചോറാണ്. നമ്മൾ മനുഷ്യനാക്കുന്നതും തലച്ചോറ് തന്നെയാണ്.
അങ്ങനെയുള്ള വികാരങ്ങൾ അതിൻ്റെ സെൻറ്ററിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ വികാരങ്ങൾ സെൻറ്ററിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനാകുന്നത്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ മുടി ഇങ്ങനെ നടുക്കുകൂടി പകത്ത് വെച്ച് പോകുന്ന ഒരു 2 തലച്ചോറിൻ്റെയും കൂടി ഉള്ള വികാരങ്ങളും അതിൻ്റെ ചിന്തകൾ, തോന്നലുകൾ, ഫീലിങ്സിനെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നുണ്ട്. അതൊക്കെ നിമിഷം പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ തലച്ചോറിൽ വരുന്ന എന്താ മോട്ടിവേഷൻ, പ്രചോദനങ്ങൾ, നിങ്ങൾക്ക് എന്തിനാണ് പ്രചോദനം? നിങ്ങൾക്ക് മോഷ്ടിക്കാനാണോ പ്രചോദനം? അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കാനാണ് അഗ്രഷൻ, കൊല്ലണം എന്നുള്ള ഇതാണോ, മോട്ടിവേഷനാണോ? അപ്പൊ അങ്ങനെയുള്ള ഈ പ്രചോദനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെ തലച്ചോറിൽ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോഴാണത് അങ്ങനെ തകരാറിലേക്ക് പോകുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു റെയിൽ റോഡ് ജീവനക്കാരൻ. പണ്ടൊക്കെ ഈ പാളങ്ങളൊക്കെ ഗാങ്മാനും ഒക്കെ കൂടിയാണ് അതിൻ്റെ ഈ കല്ലുകളൊക്കെ പൊട്ടിച്ച് അവിടെയൊക്കെ അവിടെയൊക്കെ ലേ ചെയ്യുന്ന അവരാണ്. അപ്പോൾ അവർ കല്ല് പൊട്ടിക്കുന്ന സമയത്ത് ഒരാളുടെ തലയോട്ടിയുടെ ഉള്ളിലേക്ക് ഒരു കമ്പി, കല്ല് പൊട്ടിക്കാൻ വെച്ച കമ്പി തെറിച്ച് തലയോട്ടൊരു കയറി കൃത്യം ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തു കൂടി അത് പുറത്തേക്ക് തുളച്ച് കയറി പുറത്തു വന്നു. പക്ഷെ അയാൾ മരിച്ചില്ല. ആശുപത്രിയിൽ എത്തിച്ചു, അയാൾ മരിച്ചില്ല. ആ കമ്പി വളരെ കഷ്ടപ്പെട്ട് ഡോക്ടർമാർ പുറത്ത് ആക്കി. പക്ഷെ അയാളുടെ ജീവിതകാലം മുഴുവനും അയാൾ പഴയ മനുഷ്യനല്ലായിരുന്നു. അയാൾ ഭയങ്കര ഒരു രോഗിയെ പോലെ ആളുകളെ ഉപദ്രവിക്കുന്നത്, ചീത്ത അസഭ്യം പറയുന്നത്, തെമ്മാടിത്തരം പറയുന്നത്, ആളുകളെ കൊല്ലാൻ വരെ നോക്കുന്ന ഒരാളായി മാറി. അങ്ങനെ മാറിയ ഫീനിയസ് ഗേജ് എന്ന് പറഞ്ഞ ആ ആളുടെ സ്വഭാവത്തിലൂടെയാണ് നമ്മൾ തലച്ചോറ് ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഉണ്ടെന്നൊക്കെ, അതിന് കേടുപറ്റിക്കഴിഞ്ഞാൽ അത് ക്രിമിനലിസ്റ്റിക് ആവുമെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് മദ്യാസക്ത രോഗം ബാധിച്ച ഒരാളുടെ ഡെയിലി ലൈഫ്, നിത്യജീവിതം അപകടകരവും ഭയങ്കര ക്രിമിനലിസ്റ്റിക് ആയിട്ടുള്ള, അസഭ്യം പറയുന്നത്, മോശപ്പെട്ട രീതിയിൽ ഉള്ള സ്വഭാവ രീതികളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഇറ്റ്സ് എ ടോക്സിക് ബ്രെയിൻ. അപ്പോൾ നമ്മുടെ തലച്ചോറ് നല്ല പണി നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ ബ്രെയിൻ എന്ന് പറയും. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അവരുമായിട്ട് സ്നേഹത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനുഷ്യനാണെന്ന് അറിയുന്ന സ്നേഹത്തിലൂടെയാണ്, ബന്ധത്തിൽ കൂടിയാണ്. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ കൾച്ചർ, നമ്മൾക്ക് സംസ്കാരമുണ്ട്. അത് നമ്മൾ കണ്ട് ശീലിച്ചതാണ്. ആ കണ്ട് ശീലിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പരസ്പരം ചെയ്യുന്നത് ചിലപ്പോൾ അബോധത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കലകൾ, സംഗതികളൊക്കെ, പാട്ട്, നൃത്തം ഒക്കെ അതുപോലെയാണ്. അതുപോലെ നമുക്ക് നല്ലത് മോശപ്പെട്ടത് തിരിച്ചറിയുന്നു. നമ്മളെ നിയന്ത്രിക്കുന്ന നിയമസംഹിതകളുണ്ട്. അത് നമ്മളെ ലംഘിച്ചാൽ നമ്മളെ ഉപദ്രവിക്കും. അങ്ങനെ നമ്മൾ നിയമത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. അതിനും തലച്ചോറ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മളെ വഴിതെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിയമലംഘനം നടത്തേണ്ടി വരും, നമ്മൾ ജയിലിൽ പോകും. അത് നമ്മൾ ബ്രെയിൻ തന്നെയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിൻ, നമ്മൾ ദേഷ്യം വരാൻ പോകുന്നുണ്ട്, എൻ്റെ സന്തോഷം അമിതമാണ്, എൻ്റെ സങ്കടം അമിതമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ തലച്ചോറിന് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവന് സെൽഫ് കൺട്രോൾ, അത് ഉത്തേജനം കൊടുക്കാനും മന്ദീഭവിപ്പിക്കാനും അതിന് കഴിയും തലച്ചോറിന്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ ദേഷ്യം സപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മന്ദീഭവിപ്പിക്കും. തലച്ചോറിലെ ഇലക്ട്രിക്കൽ എനർജി മന്ദീഭവിക്കും. അപ്പോൾ നിങ്ങൾ ദേഷ്യം പോയി, നിങ്ങൾ ശാന്തനാവും. നിങ്ങൾ യാതൊരു വികാരം ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നി, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു കിടക്കുന്നു, അവിടെ ഞാൻ ഒരു പ്രതികരണം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു, അത് മരിച്ച ആൾ എൻ്റെ ആരാണ്, എൻ്റെ എന്താണ്, ഞാൻ എന്തിനൂടെ വന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഉത്തേജനം കൊടുക്കും അവിടെ.
അയാൾ ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഇത് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മളെ തലച്ചോറിന് നമ്മളറിയാതെ ഒരു പക്ഷെ നമ്മുടെ തലച്ചോറിന് അത് അതിൻ്റെ ശരീരമായിട്ടുള്ള ബന്ധങ്ങളെ മനസ്സിലാക്കാതെ, ചുറ്റുപാടുമായിട്ടുള്ള ബന്ധങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന ഭീകരമായിട്ടുള്ള ഒരു അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ ആനന്ദത്തിന് വേണ്ടിയുള്ള അതിക്രമങ്ങളാകാം. അതായിരിക്കാം നമ്മൾ അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ജ്ഞാനം അത് ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും അത് വേണം. അതിനുവേണ്ടി നമ്മൾ പഴമക്കാരായിട്ട സുഹൃത്തുക്കൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും നിങ്ങളെയൊക്കെ മുമ്പിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് അവർ വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വമുള്ള ഒരു പരിപാടി. അവർ തുറന്നു വയ്ക്കുകയാണ്. ഒരാൾ വസ്ത്രം ഒക്കെ അഴിച്ചു കളഞ്ഞ് നഗ്നനായിട്ട് നിൽക്കുന്ന പോലെ അങ്ങനെ ആരും പറയാറില്ല, അങ്ങനെ ചെയ്യാറില്ല ആരും. അതുപോലെ അവരുടെ ജീവിതം പച്ചയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കതൊരു തമാശയായിട്ട് തോന്നിയാൽ ഒരിക്കലും ആൾ രക്ഷപ്പെടില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഗൗരവം, അതിൻ്റെ ഉള്ളിൽ മനുഷ്യത്വം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് സുബോധത്തിലേക്ക് കടക്കാൻ പറ്റും. നിങ്ങളുടെ ബ്രെയിൻ ചേഞ്ച് വരും. ഒരു 3 മാസം കൊണ്ട് വലിയ മാറ്റം വരും. 3 വർഷം കൊണ്ട് അത് പഴയ രീതിയിലേക്ക് ഏകദേശം വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മേന്മയുണ്ടാവും. തീർച്ചയായിട്ടും മേന്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ വളരെ മേന്മയുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ശരീരം ചെയ്യുന്ന ചില പരിപാടികളെ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിക്കുകയാണ്. ഒന്ന്, ഈ ശരീരം ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രധാന സംഗതി, അതിൻ്റെ രക്തക്കുഴലുകളുടെ ഉള്ളിലൂടെ രക്തം തലച്ചോറിലേക്ക് എത്തിച്ച് അത് രാസപ്രവർത്തനം ചെയ്യുന്നുണ്ട്. ബയോ കെമിക്കൽ ജൈവ രാസപ്രക്രിയകൾ. അത് ഒരു 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ജീവൻ പോകും. ജൈവ രാസപ്രക്രിയകൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി മദ്യമൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ തലച്ചോറ് കേടായി പോകും. ആ ബയോ കെമിക്കൽ ചേഞ്ചസിന് ഒക്കെ തകരാറ് പറ്റി അങ്ങനെയാണ് അവയവങ്ങൾക്ക് കേടുപറ്റി ലിവർ സിറോസിസും കിഡ്നി ഫങ്ഷൻസും സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ലവണങ്ങൾ അതൊക്കെ അബ്നോർമലായിട്ട് പെട്ടെന്നുള്ള മരണങ്ങൾ, ബയോ ഇലക്ട്രിക്കൽ ഈ ജൈവ പദാർത്ഥങ്ങൾ ഈ തലച്ചോറ് ഒരു ജെല്ലി പോലെ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക്കൽ വയറിങ്, ആ വയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള കെമിക്കൽസ് അതൊക്കെ എല്ലാം തകരാറിലാവും. ഇതൊക്കെ ഞാനൊരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതെല്ലാം 100% തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ശരിയായ മൂല്യം കൊടുത്തുകൊണ്ട് അത് പിന്തുടരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റേനിയസ് അയാൾക്കത് സ്വീകരിക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും ആത്മധൈര്യവും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ കയറും. അയാൾക്ക് ഇങ്ങനെ 36 വർഷമൊന്നും അങ്ങനെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് കയറും അയാൾ ജീവിക്കാൻ തുടങ്ങും. ജീവിതം പറഞ്ഞിരിക്കുന്ന 1-ാം പടി മുതൽ 12-ാമത്തെ പടി വരെ അതിൻ്റെ ട്രഡീഷൻ, അതിൻ്റെ പാരമ്പര്യത്തിൽ പോയി പ്രശ്നങ്ങളിലേക്ക് എടുത്തിയാടി ജീവൻ കളയാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് 12 പാരമ്പര്യങ്ങൾ. അതിൻ്റെ ആ അറിവുകൾ ഭയങ്കരമായ അറിവ്. ഇങ്ങനെയൊക്കെ അത് ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞാൽ അതിന് 2 സംഗതികൾ. അതിൽ ശരിക്കും സയൻസ്, ഞാനിപ്പോൾ പറഞ്ഞ സയൻസ് മുഴുവൻ അതിലുണ്ട്, ശാസ്ത്രമുണ്ട്. അതുകൂടാതെ അതിൻ്റെ പകുതി എന്താണെന്നറിയോ? നിങ്ങളിലുള്ള കരുണ, മനുഷ്യത്വം, സ്നേഹം,
അതൊക്കെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഭൂരിഭാഗം ആൾക്കാർ അതിന് ശ്രമിക്കാതിരിക്കുമ്പോൾ താഴ്ന്ന് താഴേക്ക് അടിത്തട്ടിലേക്ക് പോകും. അപ്പോൾ ആ അടിത്തട്ടിലേക്ക് പോകുമ്പോഴും അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഓ, കുടിയനാണെന്നറിഞ്ഞാൽ മോശക്കാരനാവും, അതുകൊണ്ട് എനിക്ക് ചികിത്സയൊന്നും വേണ്ട, ഷെയിമാണ് എനിക്ക് ഭയങ്കര ഷെയിം. എന്ത് ഷെയിമാണ്? നാട്ടുകാർക്ക് മുഴുവൻ അറിയാവും കുടിക്കുന്ന കാര്യം. എന്ത് ഷെയിമാണ്? അവൻ ചെയ്യുന്ന അതിക്രമങ്ങൾ, അവൻ്റെ വണ്ടി 4-5 പ്രാവശ്യം പോയി ഇടിക്കുന്ന സ്ഥലങ്ങൾ, അവൻ കയറിയ പോലീസ് സ്റ്റേഷനുകൾ, അതൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ അവന് മാത്രം ഷെയിമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലേഡ് കൊണ്ട് മറ്റോ മുറിക്കുന്നില്ലേ, അവൻ കലാപരിപാടികൾ കാണിക്കുന്നില്ലേ ആളുകളെ കാണിക്കാൻ, അതുപോലെ തന്നെ അത്രയ്ക്കും ബുദ്ധിശൂന്യതയും വെറുപ്പുണ്ടാക്കുന്ന സംഗതികളാണ് അതൊക്കെ. അപ്പൊ ഇതില് പുറത്തെടുക്കേണ്ട സംഗതി നമ്മൾ തലച്ചോറിൻ്റെ തന്നെ കഴിവ്, ബുദ്ധി, ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിതം, അതെനിക്ക് തിരിച്ചു പിടിക്കണം, എനിക്കതിന് കഴിവുണ്ട്, ശക്തിയുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ തലച്ചോറ് തന്നെയാണ് അതൊക്കെ സൗകര്യം ചെയ്തു തരുന്നത് ഒരിക്കൽ കൂടി. പിന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും നമ്മുടെ പ്രാർത്ഥനയിലുള്ള കുറെ കാര്യങ്ങൾ, പ്രായോഗികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഈ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞ കുറെ സംഗതികളുണ്ട്. നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഡിക്ഷൻ വേണം, അതാണ് നിങ്ങളുടെ ആശ്വാസ മേഖല, എൻ്റെ ആശ്വാസത്തിൻ്റെ മേഖല, സന്തോഷത്തിൻ്റെ വലിപ്പത്തിൻ്റെ മേഖല, ഞാൻ കേമനാണെന്നുള്ള സംഗതി, ഞാൻ വലിയ സംഭവമാണെന്നുള്ള സംഗതി, അതൊക്കെ എൻ്റെ ഈ സന്തോഷം നിലനിർത്താൻ, അപാരമായ സന്തോഷത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്, മിടുക്കനാകുന്നത്, അതാണ് എന്നെ വലുതാക്കുന്നത്, കേമനാക്കുന്നത്. അങ്ങനെ ഇതിൽ കൂടി പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു എക്സ്റ്റസി എന്നൊരു മരുന്നിൻ്റെ പേരുണ്ട്. MDMA പേര് എക്സ്റ്റസി എന്നാണ്. ഈ എക്സ്റ്റസി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുമോ? സന്തോഷത്തിനും അപ്പുറം. സാധാരണ സന്തോഷമല്ല, അതിനും അപ്പുറം. സംഗതി ഒരു പരിധിവരെ ശരിയാണ്, അത് ഭയങ്കര സ്റ്റിമുലേഷനാണ്. ഈ തീ കത്തുന്ന പോലെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റിമുലേഷൻ, ഉത്തേജനം വരും. അപ്പോഴത്തേക്കും സന്തോഷം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയിലാണ് പോകുന്നത്. ഉറക്കം ഉണ്ടാവില്ല, ഞാനെന്തോ വേറൊരു ലോകത്താണ്, ഞാൻ സംഭവം, എൻ്റെ ലോകം, അതാണ് ആനന്ദം. അപ്പം ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടണം എന്നുള്ള അഡിക്ഷൻ്റെ ഇതിൽ പിന്നെ പോകും. ഒറ്റ പ്രാവശ്യം തൊട്ടാൽ മതി ആ എക്സ്റ്റസി പോലുള്ള സാധനം, അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പാഞ്ഞ് ഓടിപ്പോവും. തലച്ചോറ് അത്രമാത്രം അടിമപ്പെട്ട് അതിൻ്റെ പുറകെ ഓടിപ്പോയി ഭ്രാന്തനാകും. അത് കൊടുക്കുന്നവൻ 10-35,000 രൂപ ചിലപ്പോൾ മാസം തോറും അവൻ എത്തിച്ചു കൊടുക്കും. അവൻ്റെ പുറകെ നടന്ന് ഭ്രാന്തനാകും. പൈസ കിട്ടാതാകുമ്പോൾ മോഷ്ടിക്കും, അല്ലെങ്കിൽ മാല പറിച്ചുകൊണ്ട് പോകും, എന്തും ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അമ്മയൊക്കെ കൊന്ന അമ്മയുടെ ആഭരണമൊക്കെ മോഷ്ടിക്കാൻ അമ്മയെ കൊന്ന ആൾക്കാരുണ്ട് MDMAക്ക് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോടൊക്കെ നമുക്കൊരു അല്പം അറിവും വിധേയത്വം ഉണ്ടെങ്കിൽ ഇത് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ആ പ്രാർത്ഥനയിൽ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സ്, ആ പ്രശാന്ത മനസ്സിലാണ് നമ്മൾ സോബറായ മനസ്സാണ് പ്രശാന്ത മനസ്സ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മധ്യത്തിൽ നിന്ന് 24 മണിക്കൂർ വിട്ടുനിന്ന് പ്രശാന്ത മനസ്സുണ്ടാകണം. അതിന് അവരെ നോക്കിയിട്ടല്ല, നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ്. മറ്റുള്ളവരെ മാറ്റാനോ മറിക്കാനോ ഈ
ഈ കേരളത്തിലുള്ള സർവ്വ ലഹരി വസ്തുക്കളും ഇങ്ങോട്ട് വരാതെ നിർത്തിയിട്ടോ അറസ്റ്റ് ചെയ്തിട്ടോ ജയിലിലിട്ടിട്ടോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം കാര്യം സിന്ദാബാദ്, നമ്മുടെ കാര്യം ഞാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ബുദ്ധിപരവും സ്വീകാര്യത ഉള്ളതായിട്ടുള്ള ഒരു സംഗതി. ഞാൻ എന്നെ രക്ഷിക്കും, അതിന് ഏതറ്റം വരെ ഞാൻ പോകും. മറ്റുള്ളവരെ മാറ്റാൻ എനിക്ക് കഴിവില്ല. അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെയാണ്, ഞാനത് മാറും. അതിനുള്ള ചങ്കൂറ്റം. ഈയിടെ ഞാൻ ഈ ചങ്കൂറ്റം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ നമ്മളെ റീഹാബിൽ ഒരുത്തനെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണ ഞാൻ കണ്ടു ഭയങ്കരമായിട്ട്. അയാൾക്ക് അസഭ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ വന്നെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായി. അയാൾക്ക് എപ്പോഴും വാക്കുകളിൽ കൂടെ അസഭ്യത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന അത് മദ്യാസക്ത രോഗികളുടെ ഒരു ലക്ഷണം കൂടി തന്നെയാണ് കേട്ടോ. അവരുടെ ഭാഷ വളരെ മോശമാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ സാധാരണ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ അതൊരു ചതഞ്ഞ ഭാഷയായി. നേരെ മറിച്ച് ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരാളുടെ മനസ്സിൽ തറയ്ക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെ മാറ്റാൻ മാറ്റാനുള്ള ചങ്കൂറ്റം എന്ന് തന്നെ പറയുന്നതല്ല, അതെനിക്കുണ്ട് എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അങ്ങനെ ആവും. അതിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന രണ്ട് കാര്യങ്ങൾ ഊന്നി പറയുന്നത്. അതിനുള്ള ചങ്കൂറ്റം വേണം, അതുപോലെ തിരിച്ചറിയാനുള്ള വിവേകം വേണം, ബുദ്ധിശക്തിയിൽ അത് തുടങ്ങുന്നത് പ്രാർത്ഥന. എന്ത് നല്ല പ്രാർത്ഥനയാണത്. ചങ്കൂറ്റത്തിനെ പറ്റിയും തിരിച്ചു വരാനുള്ള ബുദ്ധിശക്തിയെ പറ്റിയാണത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക, പ്രാർത്ഥന തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ കൂടി പ്രോഗ്രാമിൽ വന്ന പുതിയ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് അവരെ സഹായിക്കാൻ ഉള്ള നമ്മുടെ പഴമക്കാരായ സുഹൃത്തുക്കൾക്ക്, അവർക്ക് പ്രത്യേക ആശംസകളോടെ ഞാൻ നിർത്താണ്. ഇതുകൂടാതെ നമ്മളെ ബിഗ് ബുക്കിൽ പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഈ പ്രോഗ്രാം ചിലരിലൊക്കെ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് അടിച്ചു തിരിച്ചറിവ് സെക്കൻഡ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പെട്ടെന്ന് തലയിൽ കയറി. ചിലരിൽ പെട്ടെന്നും, ചിലരിൽ സാവകാശവും. ഞാൻ 36 വർഷം ആളുടെ പറഞ്ഞല്ലോ. ചില ആൾക്കാർ 26 വർഷം കഴിഞ്ഞവരുണ്ട്, 36 വർഷം കഴിഞ്ഞവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ചിലരിൽ സാവകാശവും, ചിലരിൽ ഒരിക്കലും കയറാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സന്ദേശം. എന്നിട്ട് നമ്മൾ എത്രമാത്രം ദയുള്ള, എത്രമാത്രം സ്വയം ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവരെ ശപിക്കുകയോ അവരെ പറ്റി മോശം പറയുകയോ ചെയ്തിട്ടില്ല. അതിന് പകരം പറഞ്ഞേക്കണം, അവരോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ, അവരെ ഓർത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്താണ്? അവർ ചിലപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കും. ശരിയാണ്, ജനിതകമായിട്ട് അവർക്ക് അങ്ങനെ മാറാൻ പാടില്ല. ഒരു നിർബന്ധ ബുദ്ധി, പിടിവാശിയുള്ളവർ, അങ്ങനെ ആയിരിക്കാം അവർ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ മനുഷ്യൻ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനുഷ്യന് ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്ത തെറ്റുകളെ തിരുത്താൻ എനിക്ക് കഴിവുള്ളതിനാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയുടെ വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി പ്രോഗ്രാമിൽ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിന് അനുവാദം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഡോക്ടറോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങളോ കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്, ചോദിക്കാം.
ഹലോ അതുകൊണ്ട് സമയം സുഹൃത്തുക്കളെ, ഹലോ. ഒരു മദ്യാസക്തൻ ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. എന്റെ പേര് ഷിബു. ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഡോക്ടർ, എങ്ങനെയാണ് ഒരു ആൽക്കഹോളിക് അല്ലാതിരുന്നിട്ട് പോലും ഇത്രയും എഫക്റ്റീവ് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും, അതല്ലെങ്കിൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ ഇപ്പൊ ഈ ടോക്കിന് വേണ്ടി തന്നെ ഡോക്ടർ ചെലവാക്കുന്നു, അതല്ലെങ്കിൽ ഒട്ടുമിക്ക സമയവും ഇതിനു വേണ്ടി അവൈലബിൾ ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്നു. ഇതിന് കഴിയുന്നത് എങ്ങനെയാണ്? ഇതിനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? അതൊരു ഒരു ചോദ്യം. താങ്ക് യു. ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചും അത് വളരെ പ്രസക്തിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തും ഒരുപക്ഷെ അതിനു മുമ്പും എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്, ആ ചോദ്യങ്ങളും അതിന് ഉള്ള മറുപടിയൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതൽ ഈ മദ്യാസക്തരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ, എൻ്റെ സുഹൃത്തിൻ്റെ അപ്പൻ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, രക്തം ഛർദ്ദിച്ച് മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് അദ്ദേഹം. ഭയങ്കര അന്ന് ടോഡി മദ്യം, കള്ളാണ് അദ്ദേഹം കുടിച്ചിരുന്നത്. അത് 2-3 കുപ്പി കള്ളാണ് അദ്ദേഹം കുടിച്ചിരുന്നത്. അപ്പോൾ ഈ കള്ള് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് പോകണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, 5 കിലോമീറ്റർ ഇങ്ങനെ 10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഈ മദ്യം, 2 കുപ്പി മദ്യം ഇങ്ങനെ അദ്ദേഹം, ഈ അന്ന് ഒരു 10-11 വയസ്സൊക്കെ ഉള്ളു, ഈ മദ്യം വാങ്ങിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഈ മദ്യം കഴിക്കും. അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നല്ല തടിയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അറിയുന്നത്, ഏതൊരു ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തെ കാണാൻ വന്നു, പരിശോധിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഉദരം, ഈ വയറിങ്ങനെ ചാടി പുറത്തേക്ക് തള്ളി വന്നു. അദ്ദേഹം രക്തം ഛർദ്ദിച്ചിരുന്നു. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സിറോസിസ് ലിവർ ആയിരിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വയറൊക്കെ വീർത്ത് കാലിലൊക്കെ നീര് വന്നു. വളരെ ചെറിയ പ്രായം അധികം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു, ലിവർ സിറോസിസ് കൊണ്ട്. പിന്നെ എൻ്റെ തന്നെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും അത്. പിന്നെ അതെനിക്ക് അനുഭവത്തിലും വന്നു. അമ്മ പറഞ്ഞ്, എൻ്റെ ഫാദർ വളരെ മറ്റേ ആർമിയിൽ നിന്ന് വന്ന് 2ാം ലോകമഹാ യുദ്ധത്തിൽ ആർമിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനുണ്ടായ ഒരു 6 മാസമായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ ഭയങ്കര വയലൻ്റ് ആകുന്ന സ്വഭാവങ്ങൾ, ആ വയലൻ്റായ സ്വഭാവത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും സംസാരിച്ചാൽ ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ, അങ്ങനെ ഒരു പ്രതികരണമായിരുന്നു. അന്നത്തെ താമസം ഒരു പുഴയുടെ കരിയില, ഒരു കായലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ മുറ്റത്ത് ഇങ്ങനെ ഒരു പായ വിരിച്ച്, അപ്പോൾ എന്നെ 6 മാസമൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ കിടത്തിയപ്പോൾ അവിടുന്ന് അങ്ങനെ ആ കായലിലേക്ക് എറിഞ്ഞെന്നും, അവിടുന്ന് ആ ഒരു മഴക്കാലത്തായിരുന്നു, വെള്ളമൊക്കെ ശക്തിയായിട്ട് ഒഴുകുന്ന സമയത്ത് അവിടുന്ന് ചാടി എടുത്ത് രക്ഷപ്പെട്ട് അങ്ങനെ അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് അങ്ങനെ അമ്മയുടെ അച്ഛൻ മാത്രമല്ല, അമ്മയുടെ അമ്മ മരിച്ചു പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ആണ് ജീവിച്ചത്. ഞാൻ പിന്നെ എൻ്റെ അച്ഛനെ ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെ അമ്മ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1-2 അവസരങ്ങൾ കിട്ടി അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ എനിക്ക് ഒരു 10-12 വയസ്സൊക്കെ ആയ സമയത്ത് ആണ് ഞാൻ ശരിക്കും അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വയലൻ്റ് ആവും. അങ്ങനെ വന്ന് വെറുതെ എൻ്റെ അമ്മയുടെ വീട്ടിൽ
വന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്, ദേഹോപദ്രവം ചെയ്യുക, ഓടിക്കുക. ആ ഓട്ടത്തിൻ്റെ കൂടെ ഞാനൊക്കെ ഓടി. ഞങ്ങളിങ്ങനെ കല്ല് വെട്ടിയ കുഴികൾ, ആ കുഴികളിലൊക്കെ ഞങ്ങൾ വീണ് മരിച്ചെന്നൊക്കെ വിചാരിച്ച ആ സമയം അതൊക്കെ മനസ്സിലെങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭയങ്കര തീവ്രമായ അനുഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു, ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മറ്റേ അദ്ദേഹം എന്നെ കൊണ്ട് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മദ്യപിച്ചിട്ട് റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഈ ഈ അന്ന് 2 വയസ്സോ മറ്റുള്ളപ്പോൾ അത് ഒരു സംഭവമാണത്. അപ്പം അന്ന് എനിക്ക് അറിവില്ലല്ലോ. അപ്പോൾ ആ കഴുത്ത് ഇങ്ങനെ തിരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഈ പഴമൊക്കെ ഉലിഞ്ഞെടുക്കൂല, അതുപോലെ ഇങ്ങനെ കഴുത്തിങ്ങനെ ഉലിഞ്ഞെടുത്ത് തല വേർപെടുത്താൻ നോക്കിയ പോലത്തെ സംഗതികളൊക്കെ. ഒരു മദ്യപാനി എന്തൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്തെന്നു. അപ്പോൾ തൊട്ടടുത്ത് ഒരാൾ ഇത് കണ്ട് സഹിക്കുക യാതൊരു ഒറ്റ അടി കൊടുത്ത് അദ്ദേഹത്തെ താഴെ വീഴ്ത്തിയെന്നു, അല്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ഒരാളുടെ തലച്ചോറിൽ അയാൾ വയലൻ്റ് ആവും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ MBBS-നൊക്കെ പഠിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മെഡിക്കൽ ഗ്രന്ഥത്തിൽ ആദ്യം നോക്കിയത് ഈ ആൽക്കഹോളിസത്തെ കുറിച്ചുള്ള ഇതായിരുന്നു. അതിൽ ചില വാക്കുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ, അതുപോലെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ അതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത 2 വാക്കുണ്ടായിരുന്നു. അത് 1969-ലാണ്. അന്ന് ഞാൻ 2ാം വർഷം മെഡിസിന് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് അതിലെഴുതിയ ആൽക്കഹോളിക്സ് അനോണിമസ് 2 വാക്കുകൾ ഞാൻ കണ്ടു. അതെന്താണെന്നോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല എനിക്ക്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണെന്ന് അറിയാനായിട്ട് അത് നടക്കുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ ചെന്ന് അവിടെ സോബറായിട്ടുള്ള ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ്, എനിക്കത് കാണണം, എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം 20 വർഷം സോബറായ രാജുവേട്ടൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ ആ ആത്മീയത, അതിനെപ്പറ്റിയൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് സാറിന് അവിടെ വന്നിരിക്കാൻ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്യും, സാറിനത് കേൾക്കാം. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് അവിടുത്തെ പഴമക്കാർ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വലിയ വിവരം കിട്ടിയൊരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒത്തിരി ഗ്രന്ഥങ്ങൾ, ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് ഈ ആൽക്കഹോളിസം, അഡിക്ഷൻ, ഇതിനെപ്പറ്റിയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ്, റിക്കവറി, അതിൻ്റെ തിരിച്ചുവരവ്, എങ്ങനെ എത്രമാത്രം ഭീകരമാണ് ഈ രോഗം, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അപ്പോൾ എൻ്റെ ഈ പുസ്തകങ്ങൾ എൻ്റെ ലൈബ്രറി, സ്വകാര്യ ലൈബ്രറിയിൽ ഒരു 10,000-ലേറെ ബുക്കുകളുണ്ട്. അതിലൊക്കെ എനിക്കിപ്പോൾ എൻ്റെ മെഡിക്കൽ ടെക്സ്റ്റുകൾ കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് തന്നിട്ടുള്ളത് ഈ പുസ്തകങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഫിലോസഫിക്കൽ പുസ്തകങ്ങളുണ്ട്. ഈയിടെ ഞാൻ വായിച്ചത്, ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം വാട്ട് ഈസ് ലൈഫ് എന്നുള്ള പുസ്തകം. വാട്ട് ഈസ് ലൈഫ്, അതിൽ അദ്ദേഹം ഈഗോയെ പറ്റി പറയുന്നുണ്ട്. ആ ഈഗോയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്, ആ ഈഗോ മനുഷ്യർക്ക് പറ്റിയ സംഭവമല്ലെന്നും, മനുഷ്യരെ എളിമയില്ലെങ്കിൽ ജീവിതം ഇല്ലെന്നും, മനുഷ്യർ പരസ്പരം പങ്കുവയ്ക്കുന്ന സംഗതികളാണ്. പരസ്പരം പങ്കുവയ്ക്കുക. എന്താണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്? ജീവനും ജീവിതവുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ എത്രയോ ലളിതമാണത്. അതിൽ പറയുന്നത് നമ്മൾ
ജീവനും ജീവിതവും പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ്. അത് വെറുതെ മദ്യപാനത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ലോകത്തിലെ മനുഷ്യരും അതാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ കൂടിയാണ് അറിവ് കിട്ടുന്നത്. അതാണ് നമുക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു വ്യക്തി നമുക്ക് ആരാണെന്ന് മനസ്സിലാക്കി തരുന്നത്. അതൊക്കെയാണ് നമ്മുടെ മനുഷ്യത്വം. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാണ്, നമ്മളെ ഈ സുഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുള്ള അമിതമായ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് ഇതൊക്കെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മനുഷ്യത്വത്തിന് എതിരാവുക, അത് തടസ്സമായിട്ട് നിൽക്കുകയാണത്. അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ചോദിച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയം കഴിയുന്നു. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാൻ ഒരു അവസരവും കൂടെ തരാം. ആർക്കൊന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. ഡോക്ടറെ വളരെയധികം നന്ദി. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു വരുന്നതിന് നന്ദി. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഡോക്ടർക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടുന്നതിന് ഈ കൂട്ടായ്മ എപ്പോഴും ഡോക്ടറോട് കടപ്പെട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ചോദിച്ചേട്ടാ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. യെസ്, പ്രാർത്ഥിക്കാം. ജോർജ് ചേട്ടാ. യെസ്, ഐ ആം റെഡി. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സുതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ